വിദ്യാർത്ഥി വൈദ്യുതിക്കണിയിൽപ്പെട്ട് ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നിലമ്പൂരിൽ ഉണ്ടാവുന്നുണ്ട്. UDF യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദിലീപ് കുമാർ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, വലിയ പ്രതിഷേധങ്ങൾക്കിത് സ്വാഭാവികമായും വഴിവെക്കുന്നു. അതിനിടയിലൊരു വനമന്ത്രി ഉന്നയിച്ച അതിഗുരുതരമായൊരു രാഷ്ട്രീയ ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ വനമന്ത്രിക്കെതിരെയും അതിശക്തമായ പ്രതികരണങ്ങൾ UDF നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നു. ഒരു സ്വാഭാവികമായ പ്രതിഷേധത്തെ ഇങ്ങനെ വഴിതിരിച്ച് മറ്റൊരു ആംഗിളിലേക്ക് വിടുന്നു എന്നുള്ള ആരോപണമൊക്കെ UDF നേതൃത്വം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം അതിനെ എങ്ങനെ കാണണം ദിലീപ് കുമാർ? റിജിത്ത്, വഴിക്കടവിന് സമീപം വെള്ളക്കട്ടയിൽ 15 വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി UDFന്റെ യുവജന സംഘടനകൾ ഇപ്പോൾ നിലമ്പൂരിൽ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. UDYFന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് നിലമ്പൂർ ടൗണിൽ നടക്കുന്നത്. വനമന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രകടനം. വനമന്ത്രിയുടെ കോലവുമായാണ് പ്രകടനം നടക്കുന്നത്. വനമന്ത്രിയുടെ കോലം നിലമ്പൂർ ടൗണിൽ കത്തിക്കും എന്നാണ് ഇപ്പോൾ UDYF പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധമാണ് UDFന്റെ ഭാഗത്തു നിന്നും യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഈ ദാരുണ സംഭവം ഉണ്ടായതിനു പിന്നാലെ നിലമ്പൂർ ടൗണിൽ സംസ്ഥാന പാത 1 മണിക്കൂറോളം UDF പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. ഏതാനും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് UDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ഇന്നലെ നടത്തിയിരുന്നു. ഇന്നലെ സംഘർഷ സമാനമായ രംഗങ്ങളായിരുന്നു നിലമ്പൂർ ടൗണിൽ നടന്നത്. ഇപ്പോൾ UDYFന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം, വനമന്ത്രി AK ശശീന്ദ്രൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് നിലമ്പൂർ ടൗണിൽ ഇപ്പോൾ നടക്കുന്നത്. റീജിത്ത്. ദിലീപ് കുമാർ, വനമന്ത്രി മാത്രമല്ല, അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട MV ഗോവിന്ദനും സമാന സ്വഭാവത്തിലുള്ള ആക്ഷേപവുമാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അതിനെ വിശദീകരിച്ചത് ഈ UDF സ്ഥാനാർത്ഥിയുമായി ബന്ധമുള്ള പഞ്ചായത്ത് മെമ്പറുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് അന്വേഷിക്കണം, അങ്ങനെ വനമന്ത്രിയുടെ ആ പ്രതികരണത്തെ തള്ളിക്കൊണ്ടല്ല, മറിച്ച് ഇതിലൊരു അന്വേഷണം വേണം, അതിൽ UDF സ്ഥാനാർത്ഥിയുമായി ബന്ധമുള്ള ഈ വാർഡ് മെമ്പറുടെ, പഞ്ചായത്ത് മെമ്പറുടെ അടക്കം പങ്ക് അന്വേഷിക്കണം. അങ്ങനെ CPIM കൂടി ഈ വനമന്ത്രി ഉയർത്തിയ ഈ ആരോപണത്തിന് പിന്തുണ നൽകുന്നുണ്ടോ ദിലീപ് കുമാർ? റീജിത്ത്, വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ നടക്കുന്നത്. 15 വയസ്സുകാരൻ ഷോക്കേറ്റ് ദാരുണമായി മരിക്കാനിടയായ സംഭവം സർക്കാരിന്റെ അനാസ്ഥയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ വൈദ്യുതി വകുപ്പിനും വനം വകുപ്പിനും ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നാണ് സർക്കാരും CPIM പറയുന്നത്. ഈ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പരസ്യമായി ഉന്നയിച്ചു. ഗൂഢാലോചന എന്ന കാര്യം ആദ്യം അവതരിപ്പിച്ചത് വനമന്ത്രി AK ശശീന്ദ്രനാണ്. LDF കൺവീനർ TP രാമകൃഷ്ണനാകട്ടെ ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചന എന്നത് അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഏതായാലും നിലമ്പൂർ ടൗണിൽ വലിയ പ്രതിഷേധമാണിപ്പോൾ UDYF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ വനമന്ത്രി AK ശശീന്ദ്രന്റെ കോലം കത്തിക്കാനുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ UDYF പ്രവർത്തകർ. കോലവുമായി നിലമ്പൂർ ടൗണിൽ വലിയ പ്രതിഷേധ പ്രകടനമാണ് നടത്തിയത്. ഇപ്പോൾ അല്പസമയത്തിനകം വനമന്ത്രിയുടെ കോലം AK ശശീന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള UDYF പ്രവർത്തകരുടെ പ്രതിഷേധത്തിനു ശേഷം വനമന്ത്രിയുടെ കോലം UDYF പ്രവർത്തകർ നിലമ്പൂർ ടൗണിൽ കത്തിക്കുകയും ചെയ്യും. ശരി, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വനമന്ത്രി ഉയർത്തിയ അതിഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വനമന്ത്രിക്കെതിരെ ഉയരുകയാണ്. UDYF പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വനമന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ മാപ്പ് പറയണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ വനമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UDYF പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധം കോലം കത്തിച്ച് ഉള്ള പ്രതിഷേധത്തിലേക്ക് അവർ കടക്കാൻ പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.